3-4 മാസം മുന്നേ ഞങ്ങൾ ആദ്യമായിട്ട് ഷാമോനിയിലേക്ക് പോകുമ്പോൾ ശരിക്കും അറിയില്ലായിരുന്നു ഷാമോനിയുടെ ഭംഗി. ആൽപ്സ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് ഫ്രാൻസിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു നഗരമാണ് ഷാമോനി. അവിടെയാണ് വെരി ഫേമസ് മോൺബ്ലോ, 4800 മീറ്റർ ഉയരമുള്ള മോൺബ്ലോയും ആഗ്യൂദ് ഒക്കെ ഉള്ളത്. ആഗ്യൂദ് എന്ന് പറഞ്ഞാൽ 3800 മീറ്റർ ഉയരമുള്ളതാണ്. ഈ കാണുന്നതാണ് ആഗ്യൂദ് മീഡി. അതിൻ്റെ മുകളിലേക്ക് കേബിൾ കാർ ഉണ്ട്. അന്ന് ഞങ്ങൾ നവംബറിൽ വന്നപ്പം കറക്റ്റ് കേബിൾ കാർ ക്ലോസ് ആയ സമയമായിരുന്നു. അന്ന് നവംബറിൽ ഇതുപോലെ താഴെ നിന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരും, നമുക്കും ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. അന്നേ ഞാനും ബാലും നീലും ചിന്നു ജയും കൂടെ അന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം വിൻ്ററിൽ ഇത് ഓപ്പൺ ആകുമ്പോൾ തിരിച്ചു വരണമെന്ന്. പക്ഷെ നേരത്തെ വിൻ്ററിലാണ് നമ്മൾ വരുന്നതെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അങ്ങനെ ജയ്യാണിത് ഫുള്ള് പ്രീ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ കയറാൻ റെഡി ആയിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കേബിൾ കാർ വന്നു ഗൈസ്. കേബിൾ കാർ വന്ന പാടെ സൈഡിൽ പോയി സ്റ്റാൻഡും പിടിച്ചു. എന്തിനാ സൈഡിൽ പോയി നിൽക്കുന്നതെന്നല്ലേ, ഇത് കാണാനാണ്. എന്താ അല്ലേ. അങ്ങനെ കയറി മുകളിലെത്തിയപ്പം ശരിക്കും എൻ്റെ എക്സൈറ്റ്മെൻറ്റും അങ്ങ് പീക്കിലെത്തിട്ടോ. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ ഒരു 100 ഇരട്ടി ഭംഗിയായിരുന്നു മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കാൻ. എൻ്റെ അമ്മേ എന്താ ഭംഗി. കുറെ അന്യഗ്രഹ ജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും നടക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങണം. എല്ലാരും പ്രോപ്പർലി പാക്ക് ഉണ്ടോ അല്ലേ? എന്താ മാതാവേ ഈ കൈ കിട്ടാന്നതിന്. അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ആകാശം കാണാം, മേഘം കാണാം. എങ്ങനെയുണ്ട് ടെമ്പറേച്ചർ? ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നല്ലേ. ഇത്രയും നേരം ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് വിൻ്റർ ആയതുകൊണ്ടും ഇത്ര ഹൈറ്റിലുള്ള മൗണ്ടൻ ആയതുകൊണ്ടും തന്നെ ഇപ്പം ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ട്രാവലേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ സ്നോ ആക്ടിവിറ്റീസിന് വേണ്ടി വരുന്നവരാണ്. സ്കീയിങ്, സ്നോ ബോർഡിങ്, അല്ലെങ്കിൽ സ്നോ ഹൈക്കിങ്, സ്നോ ഷൂയിങ് അങ്ങനെയുള്ള അതിന് വേണ്ടി വരുന്നവരാണ് കൂടുതലും. നമ്മളെപ്പോലുള്ളവർ ഈ വ്യൂ ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരും. എനിക്ക് നിങ്ങൾക്ക് ആർക്കും കൈ തടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര വേദന എടുക്കുമോ കൈ. ആദ്യം ഇടാത്തോണ്ടല്ല എന്റെ കൈ ഭയങ്കര തണുത്തു. ഇതാണ് ശരിക്കും ഒരു വാവ് മൊമെൻറ്റ്. കാരണം ഈ ആഗ്യൂദ് മീഡിക്ക് ആ പേര് വരാൻ കാര്യം തന്നെ, ആഗ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ സൂചി, മീഡി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ മിഡ് ഡേ, ഉച്ചയ്ക്ക്. അപ്പം കറക്റ്റ് ഉച്ചയ്ക്ക് ഈ ഷാമോനി വാലിയിൽ താഴെയുള്ള ആളുകൾ നോക്കുമ്പം ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വന്നിങ്ങനെ സൂര്യൻ നിൽക്കും. അതുകൊണ്ടാണ് ഇതിന് ആഗ്യൂദ് മീഡി എന്ന് പണ്ട് വിളിച്ചു തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റി. ഇത്രയും മുകളിലേക്കുള്ള ഹൈറ്റ് ഡിഫറൻസും പിന്നെ അവിടുത്തെ തണുപ്പൊക്കെ കൊണ്ട് എനിക്കും ഒരു ചെറിയൊരു എന്തോ ഒരു ശ്വാസം കിട്ടാത്ത പോലെയോ വയറിന് വേദനയോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ
എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു, അവിടെ ഇരുന്നു, മെല്ലനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. ഇതാണ് അടുത്ത് കാത്തിരുന്ന് കിട്ടിയ നിമിഷം. ഇതാണ് മോണ്ട് ബ്ലോ. നമ്മളിപ്പം അഗ്യുതമേടി 3800 മീറ്റർ മുകളിൽ, മോംബ്ലോ 4800 മീറ്റർ. കിട്ടിയ ടൈം ഞങ്ങളും അവിടെ മുതലാക്കിയിട്ടുണ്ട്. നമ്മളവിടെ കുറച്ച് നേരം ഇതുപോലെ ഐസ് എടുത്ത് കളിക്കുകയും പിന്നെ കുറേ നേരം സംസാരിക്കുകയും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വഴിതെറ്റി പോവുകയും എല്ലാം നടന്നിട്ടുണ്ട്. ഒരു 2-3 hours നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല മെമ്മറീസാണ് ഇതൊക്കെ. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തിരിച്ച് വീണ്ടും അവിടേക്ക് പോകാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പലരും പല വഴിക്ക് പോയി അവസാനം കണ്ടുപിടിച്ച് ഞങ്ങൾ കഴിക്കാനിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ വഴിയൊക്കെ തെറ്റിപ്പോയായിരുന്നു. ഞാനും ചിന്നും വേറൊരു വഴിക്ക്, ഇവർ വേറൊരു വഴിക്ക് അവസാനം കണ്ടുപിടിച്ചു. എന്താണേലും ഇവിടെ വന്നത് ഭയങ്കര മുതലായി. കാരണം അവിടുത്തെ വോഫിൾസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഇവിടെ ഇരുന്ന് ഈ കോഫിയൊക്കെ കുടിക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത് വെളിയിൽ ഇതാ അവസ്ഥ എന്ന്. അപ്പം തന്നെ ജാക്കറ്റെല്ലാം വലിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചാടി വെളിയിലിറങ്ങി. കാരണം ഇത്തവണ നമുക്ക് അധികം സ്നോഫോളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ജനീവയിൽ ഇക്കൊല്ലം അധികം സ്നോഫോളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ നമുക്ക് മലയാളികൾക്ക് എപ്പോഴാണേലും സ്നോ ഒക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. കാരണം സ്നോ മാത്രമല്ല കേട്ടോ, മഴയാണെങ്കിലും ഒക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം മിസ്സാക്കി എന്നുള്ളത് പറയുന്നത്. അത് സ്റ്റെപ്പിൻ്റെ വോയിഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ഡെക്കുണ്ട് ഇവിടെ. അതിലേക്ക് കയറിയാൽ ശരിക്കും നമ്മൾ വോയിഡ്, അതായത് അതിൻ്റെ ബാക്കിൽ ഫുള്ളി ആൽപ്സ് പർവ്വത നിരകളായിരിക്കും. നോക്കി, ഇതാണത് ഈ സംഭവം. ശരിക്കും എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം താഴെ ശരിക്കും 1000 മീറ്റർ താഴേക്ക് ലിറ്ററലി നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് എനിക്കൊരു തലകറക്കം പോലെ ഉണ്ടായിരുന്നു. നീലിനൊരു വിഷയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. താഴെ ഷാമോനി നഗരം. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ടൗണിന്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ടൗണുകളൊക്കെ, കാരണം നമ്മൾ കണ്ടു വളർന്ന ടൗണുകൾ ഒന്നിൽ നിന്നും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തും, അതിപ്പം ഇന്ത്യയിലെ ബാക്കി നമ്മൾ കേരളത്തിൽ നിന്ന്, ഇപ്പോൾ എനിക്ക് കോട്ടയത്തു നിന്ന് കോഴിക്കോട് ഫസ്റ്റ് ചെന്നപ്പോഴുള്ള അതേ എക്സൈറ്റ്മെൻറ്റാണ്. കാരണം കോട്ടയത്തുള്ള പോലെയല്ല കോഴിക്കോടെ ടൗണുകൾ. അതുപോലെ നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൗണുകളോട് ഇങ്ങനെ നടക്കാനും. മടുത്താലും മുകളിൽ പോയിട്ടൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇങ്ങനെ നടക്കാനൊരു രസമാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഷാമോനിയിൽ എന്തെങ്കിലും വരാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ ഞങ്ങളിവിടെ നിന്ന് മെല്ലനെ പോവുകയാണ്. ബൈ ബൈ.